morning devotion. I'm forever yours. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. റോമാലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ വാക്യം ഇങ്ങനെ പറയുന്നു, അവൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചപ്പോ കർത്താവിന്റെ പദ്ധതി ഇതാണ്. യേശു അവൻ ഏകജാതനായിരുന്നവനെ ഹല്ലേലൂയ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാക്കണം. അതായിരുന്നു കർത്താവിന്റെ പദ്ധതി. അതായത് യേശുവിലെ വിശ്വാസത്തിലൂടെ യേശു ക്രിസ്തുവിനെ പോലെ തന്നെ പിതാവിനോട് സംസാരിക്കുന്ന, പിതാവിന്റെ ഇമേജിനെ, സാദൃശ്യത്തെ വെളിപ്പെടുത്തുന്ന മക്കളായിട്ട് നമ്മൾ മാറണം. അതായിരുന്നു കർത്താവിന്റെ പദ്ധതി. ദൈവം സകലത്തിനെയും സൃഷ്ടിച്ചു. ആരംഭത്തിൽ പറഞ്ഞു നല്ലത് എന്ന് കണ്ടു. വെളിച്ചത്തെ സൃഷ്ടിച്ചിട്ട് കർത്താവ് പറഞ്ഞു നല്ലത് എന്ന് കണ്ടു. എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് കർത്താവ് പറഞ്ഞു ഏറ്റവും നല്ലതെന്ന് കണ്ടു. കാരണം എന്താ? ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച വ്യക്തിയായിരുന്നു മനുഷ്യൻ. അവനെ കണ്ടപ്പോ പറഞ്ഞു ഏറ്റവും നല്ലതെന്ന് കണ്ടു. കാരണം തന്റെ തന്നെ ഇമേജ് അല്ലേ, അവൻ ഏറ്റവും നല്ലവനല്ലേ. ദൈവം ലോകത്തിൽ ഏറ്റവും നല്ലവനാകുന്ന ആ ദൈവത്തിന്റെ ഇമേജില ആദമിനെ ദൈവം സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇന്ന് നിങ്ങളെയും എന്നെയും ഏറ്റവും നല്ലതാക്കി തീർക്കാനുള്ള കർത്താവിന്റെ പദ്ധതി നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളും പ്രൊവിഷൻസും കൊണ്ടല്ല, നമ്മിൽ വെളിപ്പെടുന്ന അവന്റെ തേജസ്സിന് തക്കവണ്ണമോ, അവന്റെ പുത്രത്വത്തിന് തക്കവണ്ണമോ, അവന്റെ മഹത്വത്തിന് തക്കവണ്ണമോ, അവന്റെ സ്വരൂപത്തിന് തക്കവണ്ണമോ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവൻ ഏറ്റവും നല്ലതെന്ന തലത്തിലേക്ക് നിങ്ങൾ ഞാനും മാറുന്നത് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ നിങ്ങളിൽ ഇന്ന് വെളിപ്പെട്ട് നിൽക്കുന്നത് നിങ്ങളുടെ കുറവുകളും നിങ്ങളുടെ ശരികളും നിങ്ങളുടെ തെറ്റുകളും നിങ്ങളുടെ ക്രമങ്ങളും നിങ്ങളുടെ ആചാരങ്ങളും നിങ്ങൾ കൊടുത്ത ചില കാര്യങ്ങളും ചെയ്ത ചില പ്രവർത്തികളുമായിരിക്കാം. എന്നാൽ അതല്ല, നിങ്ങളിൽ വെളിപ്പെടാൻ പോകുന്നത് ദൈവത്തിന്റെ പുത്രത്വമാണ്. ദൈവമക്കൾ എന്ന വെളിപ്പാട് അത് മക്കളാക്കി നിങ്ങളെ മാറ്റും. ഇന്ന് ഹല്ലേലൂയ പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ സ്റ്റെപ്പിലും ഈ ബോധ്യത്തോടെ, യെസ്, ഏറ്റവും നല്ലത് ക്രിസ്തു എന്റെ അകത്തിരിക്കുന്നു, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു എന്റെ അകത്തിരിക്കുന്നു, ഞാൻ ഒറ്റയ്ക്കല്ല എന്റെ ജീവിത യാത്രയിൽ മുന്നോട്ട് പോകുന്നത്, ഹി ഈസ് വിത്ത് മീ. ഹല്ലേലൂയ. ആ ബോധ്യത്തോടെ ഐ ആം ഇൻ ക്രൈസ്റ്റ്, ക്രൈസ്റ്റ് ഈസ് ഇൻ മീ, വി ആർ വൺ എന്ന ബോധ്യത്തോടെ ഇന്ന് പകൽക്കാലം ജീവിതത്തിൽ കുതിക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു. ആമേൻ.